പ്രായത്തെ പിടിച്ചുകെട്ടാനുള്ള പലവിധ ഉൽപ്പന്നങ്ങളും ഇന്ന് ലോകത്തൊട്ടാകെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. പ്രായം ശരീരത്തെയും സൗന്ദര്യത്തെയും ബാധിക്കുമെന്ന ആശങ്കയിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായി എത്ര വേണമെങ്കിലും പണം മുടക്കാൻ തയ്യാറാകുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോഴിതാ തലച്ചോറിനെ ചെറുപ്പമായും ആരോഗ്യത്തോടെയും നിലനിർത്താൻ സഹായിക്കുന്ന പുതിയൊരു ആശയം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഒരു പഠനം. പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് കുട്ടികൾ ഉണ്ടാകുന്നതിലൂടെ തലച്ചോർ ആരോഗ്യത്തോടെ ഇരിക്കുമെന്നും ചെറുപ്പമായിരിക്കുമെന്നുമാണ്. 37,000 മുതിർന്നവരിലാണ് പഠനം നടത്തിയത്. കുട്ടികളെ വളർത്തുന്നത് സമ്മർദ്ദമേറിയ പ്രക്രിയയാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇത് മനുഷ്യർക്ക് ആവശ്യമായ ഉത്തേജനവും ശാരീരിക പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലും ഉറപ്പാക്കുന്നു. കുട്ടികളെ വളർത്തുന്നത് ചലനം, സംവേദം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ കൂടുതൽ കുട്ടികളെ വളർത്തുന്നത് തലച്ചോറിന്റെ പ്രവർത്തന മികവിനും ആരോഗ്യത്തിനും കാരണമാകുന്നുവെന്നും പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പുരുഷന്മാർ കുഞ്ഞിന് ജന്മം നൽകുകയും മുലയൂട്ടുകയും ചെയ്യുന്നില്ല എങ്കിലും തലച്ചോറിന്റെ വളർച്ചയെ കുട്ടികളെ വളർത്തൽ സ്വാധീനിക്കുന്നുവെന്നാണ് പഠനത്തിൽ വ്യക്തമാക്കുന്നത്. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് കൂടുതൽ ഫലം നൽകുന്നുവെന്നാണ് പഠനത്തിന്റെ മുഖ്യ ഗവേഷകനും റട്ഗേഴ്സ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹ്യൂമൻ ബ്രെയിൻ ഇമേജിംഗ് റിസർച്ചിലെ സൈക്യാട്രി പ്രൊഫസറുമായ അവ്രം ഹോംസ് പറയുന്നത്. വാർദ്ധക്യത്തിൽ നിന്ന് തലച്ചോറിനെ ചെറുക്കാൻ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെ സഹായിക്കുമെന്ന് നിർണ്ണയിക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പലരും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനോടും വളർത്തുന്നതിനോടും വിമുഖത കാട്ടുന്നതിനാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒളിച്ചിരിക്കുന്ന സവിശേഷ ജീവകങ്ങൾക്ക് പ്രായം കുറയ്ക്കാനുള്ള കഴിവുമുണ്ട്. ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനമെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. 110 ദശലക്ഷം പേരാണ് ഇന്ത്യയിൽ ഈ ജീവിതശൈലി രോഗമുള്ളവർ. പ്രമേഹം വരുന്നതോടൊപ്പം പ്രായം അധികമാവാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ ലോ ഏജ് ഡയറ്റിന് കഴിയുമെന്ന് ഒരു പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് റിസർച്ചും ചെന്നൈയിലെ മദ്രാസ് ഡയബറ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും ചേർന്ന് അമിതഭാരവും പൊണ്ണത്തടിയുമുള്ള 38 പേരിലാണ് പഠനം നടത്തിയത്. ഇവർ 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും ബോഡി മാസ് ഇൻഡെക്സ് 23-ഓ അതിലധികമോ ഉള്ളവരോ ആയിരിക്കും. 12 ആഴ്ചക്കാലം 2 ഭക്ഷണ രീതികളെയും താരതമ്യം ചെയ്തു. ചില ഭക്ഷണങ്ങൾ വളരെ ഉയർന്ന താപനിലയിൽ വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടകാരികളായ സംയുക്തങ്ങളാണ് ഏജ്. പ്രത്യേകിച്ചും വറുത്തതും സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഈ സംയുക്തങ്ങൾ നീർക്കെട്ടിനും ഇൻസുലിൻ പ്രതിരോധത്തിനും കാരണമാകും. മാത്രവുമല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലമുണ്ടാകും. പഠനത്തിൽ പങ്കെടുത്തവർ 12 ആഴ്ചക്കാലം 2 ഭക്ഷണ രീതികളും പിന്തുടർന്നു. ഓരോരുത്തരുടെയും ഫലങ്ങൾ താരതമ്യം ചെയ്തു. ലോ ഏജ് ഡയറ്റ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഓറൽ ഡിസ്പോസിഷൻ ഇൻഡെക്സ് എന്ന പരിശോധനയിലൂടെയാണ് ഇത് അളന്നത്. ശരീരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇൻസുലിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ടൈപ്പ് 2 പ്രമേഹ സാധ്യത കൂട്ടുന്ന ഒരു ഘടകവുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.